മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരെങ്കിലും എൻ്റെ ഇഷ്ടദാസനാകുന്ന വലിയനെ നിസാരപ്പെടുത്തിയാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് അവനെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ഹദീസിൽ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്നു പറയുന്ന ഭാഗം, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തർതുഹു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നത് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന, കൂടുതൽ ഞാൻ പരിഗണിക്കുന്ന, എനിക്കിഷ്ടമുള്ള ഫർളുകൾ നിർവഹിച്ചുകൊണ്ടാണ്. അള്ളാഹു ഫർളാക്കിയത്, നിർബന്ധമാക്കിയത്, ജീവിതത്തിൽ കൊണ്ടുവരാത്ത, അത് കൊണ്ടു നടക്കാത്ത ആളുകളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഫർള് കൊണ്ട് അവനിലേക്ക് അടുക്കുന്നവരെയാണ്. ഇത് പറഞ്ഞിട്ട് തുടർന്നു പറയുന്നു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. ഫർളുകൾക്ക് ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാതെ തികച്ചും അതിൻ്റെ ക്രമപ്രകാരം നിർവഹിച്ചുകൊണ്ട്, നിസ്കാരം നിർവഹിച്ച്, നോമ്പ് ഫർള് വരുമ്പോൾ വിശുദ്ധ റമളാൻ അത് നിർവഹിച്ച്, മറ്റ് അള്ളാഹു ഫർളാക്കിയ പലതും ഉണ്ട്, പല വഴിപ്പെടലുകളും ഉണ്ട് ഫർളാക്കിയിട്ടുള്ള. അതൊക്കെ ജീവിതത്തിൽ പുലർത്തി അങ്ങനെ കൃത്യനിഷ്ഠിത ജീവിതം നയിക്കുന്ന വ്യക്തി അങ്ങനെ അതോടൊപ്പം സുന്നത്തിങ്ങനെ വർദ്ധിപ്പിക്കും. ഫർള് ഒഴിവാക്കി സുന്നത്ത് വർദ്ധിപ്പിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറയുന്നില്ല. ഫർള് നിർവഹിച്ച് അതോടൊപ്പം അതോട് ചേർന്ന് ധാരാളം സുന്നത്തുകൾ നിർവഹിക്കും. എത്രത്തോളം? വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. അങ്ങനെ പല ഐച്ഛികങ്ങളും സുന്നത്തുകളും ചെയ്ത് എന്നിലേക്ക് എൻ്റെ അടിമ അടുക്കും. ഹത്താ ഉഹിബ്ബുഹു, അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ. അള്ളാഹ് നല്ലോണം ഇഷ്ടപ്പെടും. ഫഇദാ അഹ്ബബ്തുഹു, അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അള്ളാഹു പറയുന്നു, അവരുടെ കേൾവി ഞാൻ ആകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവന്റെ കാഴ്ച ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവന്റെ കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവന്റെ കാല് ഞാനാകും. അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറഞ്ഞതായി അവിടെ നിന്ന് പറയുന്നു. ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ആകത്തുക, അള്ളാഹുവിലേക്ക് അടുത്ത മുഴുവൻ മഹാന്മാരും അവർ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ എന്ന ഉന്നത സ്ഥാനത്ത് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ, ഫർള് നിർവഹിക്കാതെ എത്തിയിട്ടില്ല. എത്തിയവരൊക്കെ അള്ളാഹു ഫർളാക്കിയത് നിർവഹിച്ചവരാണ്. അതിനു പുറമെ സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിച്ചവരാണ്. അങ്ങനെ
ഈ കർമ്മങ്ങളിൽ നിരതരായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, അല്ലാഹുവിന് തൃപ്തിയായി. അപ്പോൾ അവരുടെ കേൾവി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവുന്നു എന്ന് പറഞ്ഞാൽ, അല്ലാഹു കേൾവിയാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കേൾവിക്ക് സാധാരണ ആളുകൾക്കില്ലാത്ത കേൾവി കൊടുക്കുന്നു. കാഴ്ച അല്ലാഹു ആകുമെന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്കില്ലാത്ത കാഴ്ച അവർക്ക് അല്ലാഹു കൊടുക്കുന്നു. കൈ ആകുമെന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്കുള്ള അവർക്ക് ഇല്ലാത്ത പല കഴിവുകളും അവരുടെ കൈകൾക്ക്, കാലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. മഹാനായ താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അറക്കൽ രാജാവിന്റെ കൊട്ടാരത്തിൽ, അലി രാജാവിന്റെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴാണല്ലോ ഒളു കൊടുക്കാനിരിക്കുന്ന സമയത്ത് അലി രാജാവോടൊപ്പം 3 തവണ മേൽപോട്ട് വെള്ളം എറിയുന്നു. ഒളു എടുക്കുന്നതിനിടയിൽ പതിവില്ലാത്ത ഈ കാര്യം കണ്ടപ്പോൾ രാജാവ് നോട്ട് ചെയ്തു. ഒളു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, തങ്ങളെ, ഒളുവിനിടക്ക് 3 തവണ വെള്ളം കോരി മുകളിലേക്ക് എറിഞ്ഞുവല്ലോ. അപ്പോൾ മഹാനായ താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദ്വീപുകളിൽപ്പെട്ട ഒരു ദ്വീപിൽ അവിടെ അറക്കൽ കച്ചേരിക്ക് തീപിടുത്തം ഉണ്ടായി. അത് നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം 3 തവണ മുകളിലേക്ക് എറിഞ്ഞത്. രാജാവിന് നേരത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ജിദ്ദയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഓടത്തിലുള്ളവർക്ക് അനുഭവമുള്ളതും അങ്ങനെ പല അനുഭവങ്ങളും രാജാവിന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഖാസിം വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞത് കൃത്യമായി രേഖപ്പെടുത്തി എഴുതി വെച്ചു. അന്ന് ദ്വീപുകൾ ഭരിച്ചിരുന്നത് അലി രാജാവ്, അറക്കൽ കുടുംബം അന്ന് അലി രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഓടങ്ങൾ ദ്വീപിൽ നിന്ന് കണ്ണൂർക്ക് പോകും. പോയാൽ ദ്വീപുകാർ രാജാവിന് പാരിതോഷികമായി രാജാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്ന പതിവും ഉണ്ടായിരുന്നു. അങ്ങനെ കൽപ്പേനി ദ്വീപിൽ നിന്ന് കുറെ ആളുകൾ ഓടത്തുനിന്ന് വന്നു, രാജാവിനെ കാണാൻ ചെന്നു. രാജാവ് അവരെ വിളിച്ചു അടുത്തിരുത്തിക്കൊണ്ട് വിഷയങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ അവരോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ തീപിടുത്തം വല്ലതും ഉണ്ടായോ? രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞു, അതെ, ഞങ്ങളുടെ നാട്ടിൽ അറക്കൽ കച്ചേരി തീപിടിക്കുകയും നല്ല കാലാവസ്ഥ, മഴയൊന്നുമില്ലാത്ത നല്ല വെയിൽ. അപ്പോൾ 3 മേഘം ആകാശത്ത് ഇതിന്റെ നേരെ താഴേക്ക് വന്ന് അവിടെ നിന്ന് മഴ പെയ്ത് വെള്ളം പെയ്ത് അവിടെ അത്ഭുതകരമായി വലിയ അപകടത്തിൽ നിന്ന് അവിടെ രക്ഷപ്പെട്ടു, സലാമത്തായി. രാജാവ് ഈ സംഭവം രേഖപ്പെടുത്തി. അന്ന് ഖാസിം വലിയുല്ലാഹി തങ്ങൾ 3 പ്രാവശ്യം മുകളോട്ട് വെള്ളമെറിഞ്ഞത് രേഖപ്പെടുത്തി. ആ ഡേറ്റും ഇവര് പറഞ്ഞ ഡേറ്റും ഒന്നാണ്. ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ഇവിടെ ഇരുന്നു കൊണ്ട് 3 പ്രാവശ്യം വെള്ളം മുകളിലേക്ക് എറിഞ്ഞ് കൽപ്പേനി ദ്വീപിലെ അറക്കൽ കച്ചേരിയിലുള്ള അവിടെ കത്തിയ തീ കെടുത്തിയെങ്കിൽ അതാണ് മഹാനായ അഷ്റഫുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അള്ളാഹു പറഞ്ഞതായി പറഞ്ഞല്ലോ, കൈ ഞാനാവും, കണ്ടില്ലേ, കൈ കൊണ്ട് എറിയുന്നു, അവിടെ തീ, അത് മഴയായി പെയ്ത് അവിടെ തീ നിറയുന്നു. അതുപോലെ ഇത്രയും ദൂരത്ത് തീ പിടിച്ച സംഗതി ഇവിടെ ഇരുന്നു കൊണ്ട് കാണുന്നു മഹാനായ താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഇത് വെറും മഹാനായ ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമല്ല. ലോകത്ത് ഏതൊക്കെ മഹാന്മാരുണ്ടോ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഇത്തരം കറാമത്തുകൾ, ഇത്തരം കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.
അതാണ് അള്ളാഹു കയ്യിൽ, കണ്ണ്, കാത് ഒക്കെ ആകുമെന്നതിന്റെ അർത്ഥം. അള്ളാഹു പ്രത്യേക കഴിവുകൾ അവർക്ക് കൊടുക്കും. അവർ പെട്ടെന്ന് മുസല്ല വിരിച്ചൊക്കെ കടലിലൂടെ ഒരു നാട്ടിലേക്ക് പോകും. അല്ലാതെ തന്നെ ശരീരം ഇവിടെ ഉണ്ടായിരിക്കെ മക്കയിലും മദീനയിലും പോയി ഇബാദത്ത് ചെയ്യുന്ന എത്രയോ മഹത്തുക്കൾ ഉണ്ടായിരുന്നു. യൂസുഫുർ റബ്ബാനി റളിയല്ലാഹു അൻഹു, ഖാസിം വലിയുല്ലാഹി തങ്ങളുടെ 4ാമത്തെ പേരക്കുട്ടി, അവർ ഹറമിൽ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും അവരെ മുരീദാകാൻ വന്നവർ ഹജ്ജിന് പോയപ്പോൾ അവർ കണ്ട സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കൊല്ലം അവർ ഹജ്ജിന് പോയിട്ടില്ല, അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും യൂസുഫ് റബ്ബാനി തങ്ങള് മക്കയിൽ നിന്ന്, ഹറമിൽ നിന്ന് കണ്ടുവെങ്കിൽ അവർക്ക് ഒരു നാട്ടിലേക്ക് പോകാൻ അള്ളാഹു അസാധാരണമായ കഴിവ് കൊടുക്കുന്നു. ഒരു സാധനം എടുക്കാൻ അവരെ കൈകൾക്ക് അസാധാരണ കഴിവ് കൊടുക്കുന്നു. ഒരു കാര്യം കാണാൻ അവരുടെ കണ്ണിന് അസാധാരണമായ കാഴ്ച കൊടുക്കുന്നു. ഒരു കാര്യം കേൾക്കാൻ അവരുടെ കാതിന് അസാധാരണമായ കേൾവി ശക്തി കൊടുക്കുന്നു. ഇത് അള്ളാഹു പൊരുത്തപ്പെട്ടാൽ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അത്തരം കഴിവുള്ള എത്ര മഹാന്മാർ ലോകത്തുണ്ട്. അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവരെ മദ്ഹുകൾ പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഖൽബ് ഈമാനുള്ള ഖൽബാക്കി തരുമാറാവട്ടെ. അവരെ മാർഗങ്ങൾ പിന്തുടരുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ ഉണർത്തിയ അവരെല്ലാം ഇബാദത്തുകൾ ചെയ്ത് ഫർളുകൾ നിർവഹിച്ചിട്ട് അള്ളാഹുവിന് സുന്നത്തുകൾ ചെയ്ത് അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നും നാം പിറകോട്ട് പോവരുത്. ചിലർക്കൊക്കെ ചില ഐച്ഛികങ്ങൾ ചെയ്യാൻ നല്ല താല്പര്യം, അത് സന്തോഷമാണ്. പക്ഷെ ഫർളിന്റെ വിഷയത്തിൽ അലസത കാണിക്കും. സമയമാകുമ്പോൾ നിസ്കരിക്കാറില്ല. അള്ളാഹു കാക്കട്ടെ. സമയമാകുമ്പോൾ നിസ്കരിക്കുന്നവരാവണം. അങ്ങനെ ചെയ്ത് ഐച്ഛികങ്ങളായ കാര്യങ്ങൾ, ചില മഹത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ഡെവലപ്പ് ആകുന്നു, പവർഫുൾ ആകുന്നു, വലിയ ഉന്നതിയിലേക്ക് എത്തുന്നു, ഉന്നത സ്ഥാനത്തേക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്കും ആകുന്നു. അങ്ങനെയുള്ളവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. മഹാന്മാരെ പിന്തുടർന്ന് രാത്രി ഉറങ്ങി സുബ്ഹിന് അല്പം മുമ്പ് എഴുന്നേറ്റ് സുബ്ഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സുബ്ഹും കാത്തിരുന്ന് സുബ്ഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ച് പിന്നെ ഉറങ്ങരുത്. സൂര്യൻ ഉദിക്കാതെ ഉറങ്ങുമ്പോൾ ആ ദിവസം ബർക്കത്തുണ്ടാവുകയില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ, അങ്ങനെ ഇബാദത്തുകളിലും നല്ല കാര്യങ്ങളിലും ചിട്ടകളിലൂടെ ജീവിക്കുന്നവർ, അവരാണ് ഔലിയാക്കളുടെ മാർഗങ്ങൾ ഫോളോ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എക്കാലത്തും ഉണ്ടാവും. മൗലിദുൻ നൂർ ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അവരുടെ മൗലിദുൻ നൂറൊക്കെ ഓതുമ്പോൾ ആ ഔലിയാക്കളുടെ കാര്യങ്ങളൊക്കെ അതിൽ പരാമർശിക്കുന്നു, അവരെ മദ്ഹുകൾ പറയുന്നു. അതിൽ ഒരുപാട് വരികൾ ഉണ്ട്. റബ്ബേ, അതൊക്കെ മനസ്സിലാക്കാൻ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാ കാലത്തും മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ സാന്നിധ്യവും അവരുടെ ആത്മീയമായ പവറും അവരുടെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നാം കണ്ണ് ഇല്ലാത്തവരാകുമ്പോൾ, നാം അവരെ മനസ്സിലാക്കാനുള്ള യോഗ്യരിൽ അല്ലാത്തവരാകുമ്പോൾ നമുക്ക് ആ മഹാന്മാരെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കില്ല. താജുൽ ഔലിയ റളിയല്ലാഹു അൻഹു ഇന്നും നമ്മുടെ നാട്ടിൽ ഹയാത്തിൽ ഉണ്ട്. അവരെ വിളിക്കാനും അവരുമായി തവസ്സുലാക്കി അവരെ വിളിച്ച് ദുആ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ്